എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കെൻഡിൽ പോയത് ഖുറം പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാ പാർക്കിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6:30 ആയപ്പോഴാണ് അവിടെ എത്തിയത് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു. അന്നേരം എന്താ വെച്ചാൽ സന്ധ്യ ആവാറായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഈ ഖുറം പാർക്കിൻ്റെ ഒരുപാട് അങ്ങ് ബാക്കിലായിട്ട് ഒരു നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് വൈകി. ഇവിടുന്ന് ഏകദേശം നടന്ന് കിലോമീറ്ററുകളോളം, അതായത് ഒരു 2-3 കിലോമീറ്റർ നടന്നാലേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്, അതായത് ഞാനും മോളും ഒക്കെ. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങനെ പോയപ്പോഴത്തേക്ക് ചെറിയ ഫൗണ്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. നല്ല ഭംഗിയാട്ടോ. നിറയെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ മരങ്ങളാണ്. അതായത് പല ഷേപ്പിലുള്ള നല്ല മരങ്ങളും, അതേപോലെ ഈ കാണുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, ഇതേപോലുള്ള ഷേപ്പിലൊക്കെ വെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ കാണാൻ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടന്ന് ഇങ്ങനെ പോയപ്പോഴത്തേക്കും അവിടെ കുട്ടികളൊക്കെ ഈ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിരിക്കുട്ടനും നമ്മുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതിരിക്കുട്ടൻ ചെറിയൊരു പനിയുടെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കാണുന്ന സൈഡിൽ കെട്ടിയേക്കുന്ന കണ്ടോ, അതാണെങ്കിൽ ഒരു തടാകം പോലെയാണ്. നമുക്ക് അതായത് നല്ല വീതിക്ക് ഇങ്ങനെ വിശാലമായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഫുട്ബോൾ അടിച്ചപ്പോഴത്തേക്ക് ബോൾ വെളിയിൽ വന്നിട്ട് നന്ദിയിട്ട് അത് അവർക്ക് തട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തതായി കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ തടാകത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നന്നായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരു ഇവിടെ നല്ല ചൂടായതുകൊണ്ട് സന്ധ്യ ആയി തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് ചെറിയ ചൂട് കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങിയായിരുന്നു. കണ്ടോ, ഈ കാണുന്ന ഇത് പകൽ കാണാനും ഒന്നും കൂടെ നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് അത് വേറൊരു ഫീലാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി ഒരു ദിവസം പകൽ പോയിട്ട് നമ്മുടെ ആ വെള്ളച്ചാട്ടവും എല്ലാമൊക്കെ ഒന്ന് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നടന്ന് എല്ലാവരും ക്ഷീണിച്ച കേട്ടോ. അങ്ങനെ ക്ഷീണിച്ച് ഈ വെള്ളത്തിന് നല്ല ആഴമൊക്കെ ഉണ്ട്. അപ്പം മീനൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കാണുമെങ്കിൽ ഇത് പകൽ തന്നെ പോകണം. പിന്നെ അവിടെ ബഗ്ഗി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മളിങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു ബഗ്ഗി അതിലേ കൂടെ അങ്ങനെ പോകുന്ന കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറി പോയി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. അതേപോലെ അവിടുത്തെ ആ മരങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ കാട് പോലെ, എന്ന് വെച്ചാൽ കുറേ സ്ഥലത്ത് മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് തോന്നും. അത് പല തരത്തിലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നല്ല ഭംഗിയാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നടന്ന് ഒരു ബെഞ്ചിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതെന്താ സ്നേക്ക് പ്ലാന്റ് ഇങ്ങനെ നീളത്തിന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ശംഖുപുഷ്പം ഉണ്ടല്ലോ, അതും അവിടെ നന്നായിട്ട് വെച്ച് പിടിപ്പിച്ച് ഒരു മരത്തിനകത്ത് കയറിയിട്ട് അതെല്ലാം ഇങ്ങനെ കരിഞ്ഞും കൂടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം തന്നെ 45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയി. അന്നേരത്തേക്ക് ചെടികൾ ഇങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് കരിയാൻ തുടങ്ങും. അവരവിടെ ഓരോ മരത്തിനും അതിൻ്റെ ചെടിക്കും എല്ലാം നന്നായിട്ട് വെള്ളം കിട്ടത്തക്ക രീതിയിൽ പൈപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചെമ്പകം ഉണ്ടല്ലോ, നല്ല മണം. ഞാൻ പിടിച്ചപ്പോഴത്തേ ഒടിഞ്ഞു എൻ്റെ കയ്യിലോട്ട് പോയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ നടന്ന് ഈ ഖുറം പാർക്കിനടുത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഒരുപാട് പേര് അതിലേക്ക് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ഒരുപാട് നല്ല കിലോമീറ്ററുകൾ ഉള്ളതുകൊണ്ട് അവിടെ നന്നായിട്ട് നടക്കാനും നല്ല സൗകര്യമുണ്ട്. അതേപോലെ നമ്മുടെ ഈ ലൈറ്റുകളൊക്കെ രാത്രി കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേക ഒരു എന്താ പറയുന്നത്, ഒരു സൗന്ദര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വയ്യാത്തത് കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അതിർകുട്ടനും അച്ചു ഐശ്വര്യയൊക്കെ ജെയിൻ വീലിലാണെന്ന് തോന്നുന്നു. അത് ഒരുപാട് പൊക്കത്തിൽ ഇങ്ങനെ പോകും കേട്ടോ. അപ്പം നമ്മുടെ അവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇതിനകത്തിരുന്നാൽ ഇങ്ങനെ കാണാം. അപ്പം നമ്മൾ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക്, അതായത് മത്രയിലും ഒക്കെ പോകുന്ന സമയത്ത് ഈ ജെയിൻ വീൽ ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക്. അപ്പം ഈ ഗൂബ്രയിലാണിത്. അങ്ങനെ അവർ 3 പേരും കൂടെ അതിലേക്ക് ഇങ്ങനെ ഇരുന്ന് സ്ഥലമൊക്കെ കണ്ട് കറങ്ങുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്തൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് ഭയങ്കര നമുക്ക് വലിയ കുലുക്കോ ആട്ടോ അങ്ങനെയുള്ള ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ പെതുക്കെ പോകത്തുള്ളൂ. അപ്പോൾ എന്നാലും എനിക്കുള്ളിലൊരു ഭയം ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല. ഇനി ഈ പനിയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അവിടെ പോകണം. അവിടെ നല്ല ഒരു എന്താ പറയുന്ന വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇവിടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സുഖമില്ലാത്തതിൻ്റേതായ ഒരു ഇതായത് കൊണ്ടാണ് അത്ര അങ്ങോട്ട് നമുക്ക് നടക്കാനും ആസ്വദിക്കാനും ഒന്നും പറ്റിയില്ല. പിന്നെ
പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വന്നിട്ട് ഇത് ഞാൻ പറയാൻ മറന്നു. ഇതേ അതികൂട്ടം കണ്ടോ, ഇവിടെ ഇങ്ങനെ കയറുന്ന കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ ചാടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ അതിൽക്കുട്ടനെ അവിടെ കയറി കുറേ ചാടിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ വന്നിട്ട് ഒരു ബിരിയാണിയൊക്കെ മേടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.